രാവിലെ എണീച്ചിട്ട് ആദ്യം ഇവൻ നോക്കുന്നത് ഫോണാണ്. എന്നിട്ട് അതിലിങ്ങനെ സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ആവശ്യമില്ലാത്ത ന്യൂസുകൾ കണ്ടിട്ട് കുറച്ച് സമയം അങ്ങനെ കളയും. ഭക്ഷണം കഴിക്കാതിരുന്നാൽ പോലും അവന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരിക്കും. ഇനി എന്തെങ്കിലും വർക്ക് ആയിരുന്നാലും കോൺസ്റ്റന്റ്ലി ഈ നോട്ടിഫിക്കേഷൻസ് കാരണം അവൻ ഡിസ്ട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കും. ആൻഡ് ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കാനുള്ള ഒരു ഡീപ്പ് ടെൻഡൻസി അവന്റെ ഉണ്ടാവും. 5 മിനിറ്റ് ഒന്ന് ജസ്റ്റ് നോക്കാന്ന് പറഞ്ഞിട്ട് ആ ഫോൺ എടുക്കും. പക്ഷേ 2 മണിക്കൂർ പോയത് ആശാൻ അറിയില്ല. അപ്പോഴാണ് അവന് മനസ്സിലാവുക ഫോക്കസ് ചെയ്യണം, പണി കുറെ ബാക്കിയുണ്ട്. സോ അവൻ അപ്പൊ തന്നെ ഇയർഫോണൊക്കെ വെച്ചിട്ട് മ്യൂസിക് ഒക്കെ കേൾക്കാൻ തുടങ്ങും, തിങ്കിങ് ദാറ്റ് ഇറ്റ് വുഡ് ഹെൽപ്പ് ഹിം ഫോക്കസ്. പിന്നെ കുറച്ച് പണിയെടുക്കാൻ തുടങ്ങുമ്പോഴും പിന്നെയും അവന്റെ മനസ്സിൽ അടുത്ത ലിവർപൂൾ ഗെയിം എപ്പോഴാണ്, അല്ലെങ്കിൽ ചെസ്സിൽ എങ്ങനെ ബെറ്റർ ആവാം എന്നുള്ളതിനെ പറ്റിയിട്ടായിരിക്കും ചിന്ത. ഇതാണ് നമ്മുടെ സൊസൈറ്റിയിലെ ഒരു ശരാശരി നോളജ് വർക്കറിന്റെ ലൈഫ്, ഇൻക്ലൂഡിംഗ് മീ. വി ആർ ടു ഡിസ്ട്രാക്റ്റഡ് ആൻഡ് കനോട്ട് ഫോക്കസ് ഓൺ എ ടാസ്ക് ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. ഒരു നോളജ് വർക്കർ എപ്പോഴും ഓരോ 3 മിനിറ്റ് കൂടുമ്പോൾ അവരുടെ ടാസ്ക് ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു പറയാം. ഓൾസോ 2012 നടന്ന ഒരു സ്റ്റഡി പറയുന്നു, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്രേക്ക് എടുക്കലും സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യലും ഇമെയിലൊക്കെ നോക്കലും ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, സെക്സ് ചെയ്യുക ഇതിനോടൊപ്പം ഡിസൈറബിൾ ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. സോ ഇതിൽ നിന്നൊരു മാറ്റം വേണമെങ്കിൽ ആദ്യം ഇത് എന്താണെന്ന് മനസ്സിലാവട്ടെ. ഇതിന്റെ പേരാണ് ഷാലോ വർക്ക്. അതായത് നമ്മുടെ കോഗ്നിറ്റീവ് എബിലിറ്റീസ് അധികം ഡിമാൻഡ് ചെയ്യാത്ത ലോജിക്കൽ സ്റ്റൈലുള്ള വർക്കിനെയാണ് നമ്മൾ ഷാലോ വർക്ക് എന്ന് പറയാം. ഇത് കൂടുതലും നമുക്ക് ഡിസ്ട്രാക്റ്റഡ് ആയിക്കൊണ്ട് തന്നെ പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ ചെയ്യുന്ന എഫേർട്ട് ഒരു പുതിയ വാല്യൂ നമുക്കോ ഈ ലോകത്തിനോ കൊടുക്കില്ല. ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു റെപ്ലിക്കേറ്റ്. ആർക്കും നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ഇമെയിലിന് റിപ്ലൈ കൊടുക്കുക, ഡാറ്റ എൻട്രി ചെയ്യുക, കോഡിൽ ഉണ്ടാകുന്ന മൈനർ ബഗ് ഫിക്സസും ചെറിയ അപ്ഡേറ്റ്സ് ഒക്കെ ചെയ്യുക. ഇതൊക്കെ ഷാലോ വർക്കാണ്. കാരണം ഇതൊന്നും ഒരു ന്യൂ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ജോബിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രൊഡക്റ്റീവ് ആവുന്നത് എന്നുള്ളതിന് ഒരു ക്ലിയർ ഇൻഡിക്കേറ്റേഴ്സ് അവർ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ടൈം നിങ്ങൾ ഈ ഷാലോ ടാസ്കിനെ അലോക്കേറ്റ് ചെയ്യും, തിങ്കിങ് ദാറ്റ് യു ആർ ബീങ് പ്രൊഡക്റ്റീവ്. പക്ഷേ നിങ്ങളുടെ ജോബിന് പ്രൊഡക്റ്റീവ് ആവുന്നതിനെ പറ്റിയിട്ട് ക്ലിയർ ഇൻഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ, ലൈക്ക് റൈറ്റിംഗ് ദിസ് മച്ച് ലൈൻസ് ഓഫ് കോഡ് ഇൻ എ ഡേ ഓർ ഷൂട്ടിംഗ് ദിസ് മെനി വീഡിയോസ് ഇൻ എ ഡേ, അപ്പോൾ നിങ്ങൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിരിക്കും. ബിക്കോസ് യു വിൽ ബി ഫോക്കസ്ഡ് ഓൺ മീറ്റിംഗ് ദോസ് ഇൻഡിക്കേഷൻസ് ആൻഡ് യു വിൽ യൂസ് യുവർ ടൈം ഇൻ മോർ ഡീപ്പ് വർക്ക്. സോ ഡീപ്പ് വർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡിസ്ട്രാക്ഷൻസ് ഫ്രീ കോൺസെൻട്രേഷൻ സ്റ്റേറ്റിൽ നമ്മുടെ കോഗ്നിറ്റീവ് എബിലിറ്റീസിനെ അതിൻ്റെ ലിമിറ്റിലേക്ക് പുഷ് ചെയ്ത് ചെയ്യുന്ന വർക്കാണ് ഡീപ്പ് വർക്ക്. ഇങ്ങനത്തെ വർക്ക് ലോകത്തിൽ പുതിയ വാല്യൂ ക്രിയേറ്റ് ചെയ്യും, നിങ്ങളുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. ആൻഡ് ഓൾസോ ഇത് മറ്റൊരാൾക്ക് കോപ്പി അടിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ടാസ്ക് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ കോഡിംഗ് ഓർ എനി ക്രിയേറ്റീവ് വർക്ക്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഷാലോ വർക്കിനെ പറ്റി പറഞ്ഞപ്പോഴും ഡീപ്പ് വർക്കിനെ പറ്റി പറഞ്ഞപ്പോഴും വാല്യൂ എന്നൊരു കാര്യത്തിൽ സ്ട്രെസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പ്രൊഡക്റ്റീവ് ആവുക എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യല്ല. നിങ്ങൾ ചെയ്യുന്ന വർക്ക് വാല്യൂ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ അതൊരു പ്രൊഡക്റ്റീവ് വർക്കായിട്ട് മാറുള്ളൂ. ആൻഡ് അത് നിങ്ങൾക്ക് കുറഞ്ഞ സമയത്തിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ യു ആർ ആക്ച്വലി ബീയിങ് പ്രൊഡക്റ്റീവ്. ഇപ്പം നമുക്ക് ആലിസ് ആൻഡ് ബോബ് എന്നുള്ള 2 ക്യാരക്ടറിനെ എടുക്കാം. രണ്ടുപേരും IT ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആലിസ് രാവിലെ തന്നെ ഇമെയിലും സോഷ്യൽ മീഡിയയും കോഡ് റിവ്യൂസും ഒക്കെ അങ്ങനെ ജഗിൾ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുക. ആൻഡ് അവർക്ക് ഒരു എക്സ്പോർട്ട് ഫംഗ്ഷനാലിറ്റി ബിൽഡ് ചെയ്യാൻ 8 മണിക്കൂർ എടുക്കുന്നുണ്ട്. പക്ഷേ ബോബ് ഓഫീസിൽ വന്ന ഉടനെ ഒരു 3 hour ഡീപ് വർക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ അതിൽ പുള്ളി ഫോണൊക്കെ മാറ്റി വെച്ച് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ആക്കിയിട്ട് ആ സെയിം എക്സ്പോർട്ട് ഫീച്ചർ 3 മണിക്കൂറിൽ തീർത്തു കൊടുക്കും. ആൻഡ് എക്സ്ട്രാ വരുന്ന ഈ 5 മണിക്കൂറിൽ പുള്ളി എറർ ഹാൻഡിങ്ങും ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് ഒരു പോളിഷ്ഡ് UI അവസാനം ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കും. രണ്ടുപേരും ഒരേ കോർ ഫംഗ്ഷനാലിറ്റിയിലാണ് വർക്ക് ചെയ്തത്. പക്ഷേ ബോബ് അത് കുറച്ച് സമയം കൊണ്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ബോബ് ചെയ്ത വർക്കാണ് അവിടെ കൂടുതൽ വാല്യൂബിൾ. ദാറ്റ് ഈസ് ആക്ച്വലി പ്രൊഡക്ടിവിറ്റി, ക്രിയേറ്റിംഗ് മോർ വാല്യൂ ഇൻ ലെസ് ടൈം. ഇപ്പോഴത്തെ ഈ ലോകത്തിന്റെ പോക്ക് അനുസരിച്ചിട്ട് ഡീപ്പ് വർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാവരുടെയും സ്ക്രീൻ ടൈംസ് ത്രൂ ദ റൂഫാണ്. ആൻഡ് വി ആർ സറൗണ്ടഡ് ബൈ ടെക്നോളജി ദാറ്റ് ഹാസ് വൺ ഗോൾ, ഗെറ്റ് യുവർ അറ്റൻഷൻ. അപ്പോൾ ഈ ഒരു എൻവയോൺമെന്റിൽ നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഒരു ഡീപ്പ് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ യു വിൽ സിംപ്ലി ഔട്ട് കോമ്പീറ്റ് എവരി വൺ. കാരണം എല്ലാവരും ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. സോ ഈ വീഡിയോയിൽ നമുക്ക് ഈ ഹാബിറ്റ് ഓഫ് ഡീപ്പ് വർക്ക് ബിൽഡ് ചെയ്യാനുള്ള 4 സിമ്പിൾ മെത്തേഡ്സിനെ പറ്റിയിട്ട് നോക്കാം. ആൻഡ് വീഡിയോയുടെ എൻഡിൽ എൻ്റെ പേഴ്സണൽ ഡീപ്പ് വർക്ക് സിസ്റ്റം ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ബട്ട് ബിഫോർ ദാറ്റ്, എനിക്ക് ഡീപ്പ് വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു 3 മാസം മുമ്പാണ് ഞാൻ എൻ്റെ ജോലി രാജിവെക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഫാമിലിനോട് ഒരൊറ്റ കാര്യമേ ചോദിച്ചുള്ളൂ, എനിക്കൊരു 6 മാസം തരണം, എനിക്ക് എൻ്റെ ഡ്രീമിൽ വർക്ക് ചെയ്യാനാണ്. ആൻഡ് അതിൽ ഞാൻ ഫെയിലായി കഴിഞ്ഞാൽ വിൽ ലുക്ക് ഫോർ അനദർ ജോബ്. ആൻഡ് അതിനർത്ഥം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് ഡിസ്ട്രാക്ഷൻസ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ലൈഫിൽ ഡീപ്പ് വർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തേ പറ്റുള്ളൂ. സോ അപ്പോഴത്തെ എൻ്റെ ഐഡിയ ഇതായിരുന്നു, ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ട് ആ ബ്രാൻഡിന് അറൗണ്ട് പ്രൊഡക്ഷൻ സർവീസസ് വിൽക്കുക എന്നുള്ളത്. ഓൾറെഡി കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റാണ് ഞാൻ ഫസ്റ്റ് പ്രൊഡക്റ്റായിട്ട് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് നമ്മൾ viralvideospy.com എന്ന ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുന്നത്. സോ ഇതിനെ പറ്റിയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ആപ്ലിക്കേഷൻ ഈ ലെവലിലേക്ക് ബിൽഡ് ചെയ്തത് എൻ്റെ മോർണിംഗിലെ ഡീപ്പ് വർക്ക് റൂട്ടീൻ കാരണമായിരുന്നു. കാരണം എന്തൊക്കെ ഉണ്ടായാലും മോർണിംഗിൽ ഒരു 2-3 hours ഞാൻ ബ്ലോക്ക് ചെയ്തിടും ടു വർക്ക് ഓൺ ദിസ് തിങ്സ് ഓൺലി. ഓവർ ദ പീരീഡ് 1-2 months എടുത്തിട്ട് ആ പ്രൊഡക്റ്റ് ഒരു MVP സ്റ്റേജിൽ എത്തിയിട്ട് നമ്മൾ പിന്നെ അത് ലോഞ്ച് ചെയ്യേണ്ടത്. സോ അതാണ് ആ ഡീപ്പ് വർക്കിൻ്റെ പവർ. ബട്ട് ചില സമയത്ത് ഞാൻ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യാറുണ്ട്. ചില സമയത്ത് ആ ഡീപ്പ് വർക്ക് റൂട്ടീൻ തുടങ്ങാൻ കുറച്ച് ലേറ്റ് ആവും, ചിലപ്പോൾ മടിയാവും, പിന്നെ ഇങ്ങനെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തിട്ട് പിന്നത്തേക്ക് മാറ്റി വെക്കും. സോ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. ആ സമയത്തൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തൊരു ബുക്കാണ് കാൾ ന്യൂപോർട്ടിൻ്റെ ഡീപ്പ് വർക്ക് എന്ന് പറയുന്ന ബുക്ക്. ഇതിലെ കുറച്ച് പ്രിൻസിപ്പിൾസ് ഞാൻ ഈ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഡീപ്പ് വർക്ക് കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത്. അതിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള എന്നെ എഫക്ട് ചെയ്തിട്ടുള്ള 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം.
ഇപ്പോൾ ഞാൻ എൻ്റെ ആപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ 3 മണിക്കൂർ മാറ്റി വെക്കുമെന്ന് പറഞ്ഞില്ലേ, അതിന് പറയുന്ന പേരാണ് റിതമിക് ഫിലോസഫി ഓഫ് ഡീപ്പ് വർക്ക്. ഇത് ഒരു ഡീപ്പ് വർക്ക് ഹാബിറ്റ് ബിൽഡ് ചെയ്യാനുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. സോ ഇതിൽ നമ്മളൊരു പെർട്ടിക്കുലർ ടൈം ഗ്യാപ്പ് എല്ലാ ദിവസവും ഡീപ്പ് വർക്കിന് വേണ്ടി മാറ്റി വെക്കാണ്. നിങ്ങൾ എൻ്റെ കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും ബേസിക്കലി രാവിലെയും ഉച്ചക്കും 2 വർക്ക് ബ്ലോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിലാണ് ഞാൻ എൻ്റെ മേജർ വർക്കും ചെയ്യാറ്. സോ ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ എല്ലാ ദിവസവും ഈ സമയം എത്തുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും, ഓക്കെ ഈ സമയം വർക്ക് ചെയ്യാനുള്ളതാണ്, ഇന്നയാണ് എൻ്റെ വർക്ക്സ് എനിക്ക് ഫോക്കസ് ചെയ്യാനുള്ളത്. ബേസിക്കലി ആ ടൈമൊക്കെ എൻ്റെ മനസ്സിലൊരു ക്യൂ ആയിട്ട് സെറ്റ് ചെയ്യുകയും പിന്നെ ആ സമയം എത്തുമ്പോൾ ഡീപ്പ് വർക്ക് എൻ്റെ ഒരു ഹാബിറ്റായിട്ട് മാറുകയും ചെയ്യും. ഈ ഡീപ്പ് വർക്ക് അല്ലെങ്കിൽ ഫോക്കസ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ ഒരു മസിൽ പോലെയാണ്. അതിനിങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നാലാണ് അത് സ്ട്രോങ്ങർ ആയിട്ട് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ബോർ അടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഡിസ്ട്രാക്ഷൻസിൽ പോയി കഴിഞ്ഞാൽ, അതായത് ഫോൺ ചെക്ക് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ ബ്രൗസ് ചെയ്യുക, അങ്ങനെ ആയിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് ഡീപ്പ് വർക്കിലേക്ക് വരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതായത് ഇതൊരു അത്ലീറ്റിൻ്റെ പോലെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉസൈൻ ബോൾട്ട് കോമ്പറ്റീഷൻ ഉള്ള സമയത്ത്, ഒളിമ്പിക്സിൻ്റെ സമയത്ത് മാത്രമല്ല ഓട്ടം പ്രാക്ടീസ് ചെയ്യുന്നത്. പുള്ളിയുടെ അത് ലൈഫിൻ്റെ പാർട്ടാണ്. പുള്ളിക്ക് തോന്നുമ്പോൾ മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയില്ല. ആൻഡ് ട്രസ്റ്റ് മീ, ചില സമയത്തേക്ക് പുള്ളിക്ക് അത് ചെയ്യേണ്ടെന്ന് തോന്നും, പക്ഷേ എങ്കിൽ കൂടി അവരത് ചെയ്യും. ബിക്കോസ് അത് അത്ലീറ്റ്സ് മെന്റാലിറ്റിയാണ്. സോ സിമിലർ ഒരു കാര്യമാണ് നമുക്ക് വേണ്ടത്. ഈവൻ ഇഫ് യു ആർ ബോർ, വി നീഡ് ടു റെസിസ്റ്റ് ഇറ്റ്. ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിപ്പോൾ ഏകദേശം 4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡിംഗ് ആണ്. ഒരു 4-5 വീഡിയോസ് ഇതിൻ്റെ ഒപ്പം ബാച്ചായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓരോ വീഡിയോസ് കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും, ഓക്കെ ഒരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് റെസ്റ്റ് എടുത്താലോ. ബട്ട് ദെൻ ഞാനത് റെസിസ്റ്റ് ചെയ്യും, നെക്സ്റ്റ് വീഡിയോയുടെ സ്ക്രിപ്റ്റ് എടുക്കും, റെക്കോർഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഡീപ്പ് വർക്ക് മസിൽസിനെ നമുക്ക് ട്രെയിൻ ചെയ്യേണ്ടത്. സോ ഇങ്ങനെ ട്രെയിൻ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന 2 മെത്തേഡ്സ് ആണ്. ഒന്ന് ഡോപ്പമീൻ ഡീറ്റോക്സും, 2 പ്രൊഡക്റ്റീവ് മെഡിറ്റേഷനും. ഡോപ്പമീൻ ഡീറ്റോക്സ് നിങ്ങൾക്ക് പലർക്കും അറിയാം. അതായത് ഒരു സെറ്റ് ഓഫ് ടൈമിൽ നമ്മൾ ഫോണ് അതുപോലെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ വർക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിൽക്കുന്നതിലാണ് ഡോപ്പമീൻ ഡീറ്റോക്സ് എന്ന് പറയാം. ബേസിക്കലി ഇത് ചീപ്പ് ഡോപ്പമീൻസിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ റീൽസിൽ ആവശ്യമില്ലാത്ത ബ്രെയിൻ റോട്ട് കണ്ടന്റ് ഇങ്ങനെ വാച്ച് ചെയ്യുന്നതിന് പകരം ആ ഡോപ്പമീനിൽ നിന്ന് വിട്ട് നിന്നിട്ട് കുറച്ച് ബ്രേക്ക് എടുക്കുന്നതിനാണ് ഡോപ്പമീൻ ഡീറ്റോക്സ് എന്ന് പറയാം. സോ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചില ദിവസങ്ങൾ മൊത്തം ഡീറ്റോക്സ് ചെയ്യുക, ചിലർ ആഴ്ചകളും മാസങ്ങളൊക്കെ ഡീറ്റോക്സ് ചെയ്യുന്നുണ്ട്, ചിലർ ആ ദിവസത്തിൽ ഒരു പെർട്ടിക്കുലർ ടൈം വെച്ചിട്ടുണ്ടാവും. ഈ ടൈമിൽ ഒരു ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവില്ല, ഒരു സോഷ്യൽ മീഡിയ ഉണ്ടാവില്ല, ഒരു ഫോൺ ഉണ്ടാവില്ല, ഒരു ഇന്റർനെറ്റ് ഉണ്ടാവില്ല. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവ് മെഡിറ്റേഷൻ ആണ്. പ്രൊഡക്റ്റീവ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇറ്റ്സ് ജസ്റ്റ് വാക്കിംഗ് വിത്ത് എ പ്രോബ്ലം ഇൻ മൈൻഡ്, തിങ്കിങ് ഡീപ്ലി ആൻഡ് ഫൈൻഡിങ് സൊല്യൂഷൻസ് ഫോർ ഇറ്റ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നടക്കുക. എനിക്ക് പലപ്പോഴും ബെസ്റ്റ് ഐഡിയാസ് എൻ്റെ മനസ്സിലേക്ക് വന്നിരിക്കുന്നത് ഞാൻ നടക്കുമ്പോഴാണ്. ഞാൻ പലപ്പോഴും എനിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട്, അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വരുന്നില്ല എന്ന് തോന്നുമ്പോൾ ജസ്റ്റ് എൻ്റെ സീറ്റിൽ നിന്ന് എഴുന്നേച്ചിട്ട് റൂമിലോ അല്ലെങ്കിൽ പുറത്തോ ടെറസിലോ എവിടെയെങ്കിലൊക്കെ പോയിട്ട് നടക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ എങ്ങനെയൊക്കെയോ ഒരു സൊല്യൂഷൻ എനിക്കതിന് കിട്ടും. ഫോർ എക്സാമ്പിൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ കണ്ടന്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ട് ഇത് നടക്കുമ്പോൾ ഞാൻ എഴുതി ഉണ്ടാക്കിയാണിത്. സോ ഇതിൽ ഞാൻ എങ്ങനെയാണ് എത്രത്തോളം കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത്, എന്തൊക്കെ ടൈപ്പ് ഓഫ് കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെയാണ് ഇതിൽ ഞാൻ എഴുതിയത്. സോ ദാറ്റ്സ് ജസ്റ്റ് വൺ എക്സാമ്പിൾ. സോ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡീപ്പായിട്ട് തിങ്ക് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ അതിന് കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ യുവർ എബിലിറ്റി ടു ഗോ ഇൻ ടു ഡീപ്പ് വർക്ക് വിൽ ഓൾസോ ഇൻക്രീസ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. യു ഹാവ് ടു ബി അവെയർ ഓഫ് ഡിസ്ട്രാക്ഷൻസ്. അതായത് ചില സമയത്ത് നടക്കുമ്പോൾ പല കാര്യങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കയറി വരും. അതൊക്കെ ഫിൽട്ടർ ചെയ്തിട്ട് നമ്മുടെ തോട്ട്സിലേക്ക് മാത്രം ശ്രദ്ധിക്കാനുള്ള ഒരു അവയർനെസ് നമുക്ക് വേണം. അതുപോലെ തന്നെ ചില സമയത്ത് നമ്മുടെ തോട്ട്സ് പിന്നെയും ചിന്തിച്ചുകൊണ്ടിരിക്കും, അങ്ങനെ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. സോ അതിൽ നിന്നും വിട്ടു നിന്നിട്ട് നമുക്ക് ആ പ്രോബ്ലത്തിലേക്ക് സൊല്യൂഷൻ എന്നുള്ള രീതിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റണം. ഈ റൂസ്വെൽറ്റ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. സോ പുള്ളിയുടെ ജീവിതത്തിൽ ചെയ്തിരുന്ന ഒരു മെത്തേഡാണ് ഇത്. അതിൽ പുള്ളി ആ ഡീപ്പ് വർക്ക് റൂട്ടീനിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ഡീപ്പ് വർക്കിൽ പുള്ളിക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട ടാസ്ക് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഷാർപ്പ് ഡെഡ് ലൈൻ, ഷാർപ്പായിരിക്കും പക്ഷേ അത് ഒരു റിയലിസ്റ്റിക് ഡെഡ് ലൈൻ ആയിരിക്കും. ആ ഡെഡ് ലൈൻ സെറ്റ് ചെയ്തതിന് ശേഷം ആ ഡെഡ് ലൈന് പുള്ളിക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുന്ന രീതിക്ക് ഡിക്ലെയർ ചെയ്ത് വെക്കും. ഇപ്പോൾ നമുക്ക് നമ്മുടെ മോഡേൺ എറയിൽ വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു ടൈമറൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്ക്രീനിൽ പ്ലേസ് ചെയ്താൽ ആ ഒരു സിമിലർ എഫക്റ്റ് നമുക്ക് കിട്ടും. പിന്നെ ആ ഡെഡ് ലൈൻ മീറ്റ് ആവുന്നവരെ ഹി വിൽ വർക്ക് വിത്ത് ഇൻറ്റൻസിറ്റി. സോ ഞാനും ഇങ്ങനെ ചില സമയത്ത് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു പ്രൊജക്റ്റിൽ എഡിറ്റിംഗ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഐ വിൽ ഗീവ് ലൈക്ക് 1 hour ടു എഡിറ്റ് ദാറ്റ് വീഡിയോ ആൻഡ് ദെൻ ആ ടൈമർ സ്ക്രീനിൽ സെറ്റ് ചെയ്തിട്ട് ഇരിക്കാൻ തുടങ്ങും. ഇരിക്കുമ്പോൾ വേറെ ഒരു ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവില്ല. അങ്ങനെ എഫക്റ്റീവായിട്ട് എനിക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ദാറ്റ് ഈസ് റൂസ്വെൽറ്റ് ഡാഷസ്. ആൻഡ് ദ 4th മെത്തേഡ് ഈസ്, നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ബിസിയായി നിൽക്കുന്ന ഒരാൾ ഒരിക്കലും പ്രൊഡക്റ്റീവ് ആയിരിക്കില്ല. പ്രൊഡക്ടിവിറ്റി വരുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് എലിമിനേറ്റ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ രാവിലെ തന്നെ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ദിവസം രാത്രി ആ ദിവസത്തിന് വേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഓരോ മണിക്കൂറും നിങ്ങൾ എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് നേരത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ലൈക്ക് യു ഹാവ് ടു പ്ലാൻ ആൻഡ് സ്കെഡ്യൂൾ എവറി മിനിറ്റ് ഓഫ് യുവർ ഡേ. ആൻഡ് ആ ദിവസം നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റീസ് അതിൽ ഡീപ്പ് വർക്ക് ചെയ്തതിനൊക്കെ വേണം, അതിൽ ഷാലോ വർക്ക് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻഡ് ആ ഡീപ്പ് വർക്ക് വേണ്ട കാര്യങ്ങൾ എത്ര മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനി ഷാലോ ടാസ്ക് ഒക്കെ ബാച്ച് ചെയ്തിട്ട് അത് പറ്റുവാണെങ്കിൽ ഡെലിഗേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഏറ്റവും മിനിമം സമയം കൊടുത്തിട്ട് അത് ഒഴിവാക്കി കളയാം. ആൻഡ് റിമൈനിങ് ടൈം നിങ്ങളുടെ ഡീപ്പ് വർക്ക് ആവശ്യമുള്ള ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ടാസ്കിൽ ഫോക്കസ് ചെയ്യുക. സോ ഇതാണ് ഡീപ്പ് വർക്ക് ഫോം ചെയ്യാൻ എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള 4 മെത്തേഡ്സ്. ഇനി ഞാൻ എൻ്റെ പേഴ്സണൽ ഡീപ്പ് വർക്ക് സിസ്റ്റം കാണിച്ചു തരാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസത്തിൽ എനിക്ക് 2 ടൈം ബ്ലോക്കാണ് ഉണ്ടാവുക ഡീപ്പ് വർക്കിന്. സോ അതിൽ
വേറെ ഒരു ഡിസ്ട്രാക്ഷൻസും പാടില്ല. ആൻഡ് എവിടെ നിന്നാണ് ഞാൻ ഡീപ്പ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു കാര്യം. ലൈക്ക് എൻ്റെ ഡെസ്കിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വർക്കിൽ ഫോക്കസ് ചെയ്യും. അങ്ങനെ ഒരു സ്പെസിഫിക് ടൈം ആൻഡ് പ്ലേസ് ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ അർത്ഥം. ആൻഡ് ഓരോ ഡീപ്പ് വർക്ക് നമ്മൾ ചെയ്യുമ്പോഴും അതിന് ഒരു ഗോൾ ഉണ്ടാവണം. അതായത് എന്തെങ്കിലും ഒന്ന് നമുക്ക് മെഷറബിൾ ആയിട്ട് ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഓരോ ഡീപ്പ് വർക്ക് റൂട്ടീന് കഴിയുമ്പോഴും ഞാനിങ്ങനെ എൻ്റെ ഇതിൽ അന്ന് പ്രൊഡ്യൂസ് ചെയ്ത കണ്ടന്റിൻ്റെ നമ്പേഴ്സ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ ദിസ് ഈസ് മൈ വേ ഓഫ് സീയിങ് ലൈക്ക് എത്രത്തോളം എഫക്റ്റീവ് ആണ് നമുക്ക് ആ ഒരു ദിവസത്തെ എൻ്റെ ആ ഡീപ്പ് വർക്ക് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ ഇതിൻ്റെ നമ്പേഴ്സ് ഇങ്ങനെ കൂടുമ്പോൾ ഇറ്റ് മീൻസ് ഐ എം വർക്കിംഗ് മോർ എഫിഷ്യൻ്റ്ലി. സോ ഇങ്ങനെ എന്തെങ്കിലും ഒരു മെഷറബിൾ യൂണിറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. എനിക്ക് പേഴ്സണലി ദ നമ്പർ ഓഫ് കണ്ടന്റ് ദാറ്റ് ഐ പ്രൊഡ്യൂസ് ഇൻ ദാറ്റ് ഡീപ്പ് വർക്ക് ഹവർ ആണ് എൻ്റെ മെട്രിക്സ്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ എഴുതുന്ന ലൈൻസ് ഓഫ് കോഡിൻ്റെ എണ്ണം ആയിരിക്കാം, അല്ലെങ്കിൽ എത്രത്തോളം പേജ് നിങ്ങളുടെ ബുക്കിന് വേണ്ടി കംപ്ലീറ്റ് ചെയ്തതെന്നായിരിക്കാം. സോ ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ആൻഡ് ദെൻ ആ വർക്ക് ഹവേഴ്സിൽ യു ഹാവ് ടു ഫോളോ സർട്ടൺ റൂൾസ് ദാറ്റ് ദർ വിൽ ബി നോ ഡിസ്ട്രാക്ഷൻസ്, ദർ വിൽ ബി നോ ഫോൺസ്, ദർ വിൽ ബി നോ ഇമെയിൽസ്, ദർ വിൽ ബി സംടൈംസ് നോ ഇന്റർനെറ്റ് കണക്ഷൻ. ആൻഡ് ഫൈനലി നമുക്ക് നമ്മുടെ ഡീപ്പ് വർക്ക് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ എൻവയോൺമെന്റ് മാറ്റണം. അതായത് ഇപ്പോൾ ഞാൻ ഡീപ്പ് വർക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഇയർഫോൺസ് ഇടലാണ്. അതിൽ പാട്ടൊന്നും ഇടില്ല, ബട്ട് ജസ്റ്റ് ആ ഫോക്കസ്ഡ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കും. മൊബൈൽ ഫോൺസ് എല്ലാം ഫോക്കസ് മോഡിൽ അല്ലെങ്കിൽ എയർപ്ലെയിൻ മോഡിലായിരിക്കും. ആൻഡ് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ നമ്മുടെ വർക്ക് ചെയ്യുന്ന ഡെസ്കിൽ വെക്കരുത്. ആൻഡ് ഓൾസോ ആ ഡീപ്പ് വർക്കിന് ഒരു ഡെഡ് ലൈൻ അർജൻസി കിട്ടാൻ വേണ്ടിയിട്ട് ടൈമർ സെറ്റ് ചെയ്യും. ചിലപ്പോൾ ഞാൻ റൂം ക്ലോസ് ചെയ്തിട്ട് കുറ്റിയിട്ട് വെക്കും, കാരണം ആ സമയത്ത് വേറെ ആരും എന്നെ ആക്സസ് ചെയ്യരുതെന്ന് വിചാരിച്ചിട്ട്. സോ ഈ ഡീപ്പ് വർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഗുഡ് ബുക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ ജോലി രാജിവെച്ചതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ചെക്ക് ഔട്ട് ദിസ് വീഡിയോ ആൻഡ് ഐ വിൽ സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ്.